നമാമി ധന്വന്തരീമാദിദേവം സുരാസുരേർവന്ദിതപാദപദ്മം ലോകേ ജരാരുഭയമൃത്യനാശനം ദാതാരമീശം വിവിധൌഷധീനാ ധന്യം ധരീനാ രമാകാന്തം സർവകാര്യേഷു സർവദാ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സൈക്കോസോമാറ്റിക് ഡിസീസ് ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന രോഗങ്ങളെല്ലാം സൈക്കോസോമാറ്റിക് നേച്ചറിലാണ് കാണുന്നത്. സൈക്കോ എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള വേദനകളാണെങ്കിലും അല്ല മറ്റ് ലക്ഷണങ്ങളൊക്കെ ആണെങ്കിലും അല്ല മാനസികമായിട്ട് വരുന്ന നമ്മുടെ ആകാംക്ഷ, ആദി തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനെല്ലാം തന്നെ തീർച്ചയായിട്ടും യോഗയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആയുർവേദവും യോഗയും ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അതിനെ സിസ്റ്റമാക്കി തന്നെ ആയുഷ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രാലയമുണ്ട്. ഇതെല്ലാം നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. നമ്മളെല്ലാ വർഷവും ഇവിടെ ഇതേപോലെ ഇൻ്റർനാഷണൽ യോഗ ഡേ ആചരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ മഴയുടെ സമയത്താണ് ഇൻ്റർനാഷണൽ യോഗ ഡേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രതികൂല കാലാവസ്ഥ എല്ലാവരും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പ്രോഗ്രാമാക്കി ഇത് മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമാക്കി നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ അപ്പുറത്ത് ചെളിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നടത്തേണ്ടി വന്നു. കഴിഞ്ഞ വർഷവും നമ്മൾ AMA ആയിട്ട് ചേർന്നിട്ടായിരുന്നു നമ്മുടെ യോഗാ ദിനം ആചരിച്ചത്. ഈ വർഷവും AMAയും ലയൺസ് ക്ലബ്ബുമായിട്ട് സംയുക്തമായിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ഹരികൃഷ്ണൻ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ ലോകത്തെമ്പാടും ഏതാണ്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ആചരിക്കുന്ന ഒന്നാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ. അപ്പോൾ യോഗയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ പ്രാധാന്യം വെച്ച് കഴിഞ്ഞാൽ. അതിനൊപ്പം തന്നെ ആയുർവേദത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് യോഗ കൂടി. ഞാൻ ഈ എല്ലാ ക്ലാസ്സുകളിലും എടുക്കുന്ന പോലെ നമ്മുടെ പേഷ്യൻസാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടുതലും. അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഒരു ചെറിയൊരു അവയർനെസ് ക്ലാസ് നമ്മൾ എപ്പോഴും എടുക്കാറുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ WHO മുൻകൈ എടുത്തിട്ടാണ് ഇപ്പോൾ യോഗ ഡേ ഇവിടെ ആചരിക്കുന്നത്. WHO 2000 എല്ലാവർക്കും ആരോഗ്യം എന്ന് പറഞ്ഞ സ്ലോഗൻ ഉയർത്തിക്കൊണ്ടായിരുന്നു വന്നത്. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗ ആതുരത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയുടെ പ്രശ്നമാണ്. ഒരു 90-95% വളരെ കുറച്ച് രോഗങ്ങൾ മാത്രമാണ് ഈ ബാക്ടീരിയ കൊണ്ട്, വൈറസ് കൊണ്ട്, ഫംഗസ് കൊണ്ട്, പ്രോട്ടോസോ കൊണ്ടൊക്കെ വരുന്നത്. ഇത് നൂഡിൽസ്, ഇന്ന് കുട്ടികൾക്കെല്ലാം നൂഡിൽസ് മതി. 2 വർഷം മുമ്പ് ഗവൺമെൻറ് നിരോധിച്ച സാധനമാണ് മാഗിയുടെ നൂഡിൽസ്. ഇന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. നൂഡിൽസിൻ്റെ ഏറ്റവും അപകടം പിടിച്ച സാധനം ഇതിനകത്ത് മസാലയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, റീനൽ ഫെയിലിയർ, കിഡ്നിക്ക് വരെ ഫെയിലിയർ ഉണ്ടാകുന്ന സാധനമാണ്. മസാലയാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ കാലഘട്ടം വളരെയധികം മാറിപ്പോയി. അന്നുണ്ടായിരുന്നതൊക്കെ ശരിയാണ്. സമ്പന്നന്മാർക്കുണ്ടാകുന്ന അസുഖമായിരുന്നു ഡയബറ്റിക്, അതുപോലെ തന്നെ പ്രഷർ, ബ്ലഡ് പ്രഷറൊക്കെ. ഇന്ന് സമ്പന്നന്മാർക്കല്ല, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ എടുത്താൽ ഏറ്റവും വലിയ തലസ്ഥാനം നമ്മുടെ സംസ്ഥാനമായ കേരളമാണ്. നമുക്കറിയാം, മറ്റ് സംസ്ഥാനമായ പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ആഹാരം അവർ കഴിക്കുന്നത് പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ പാവുകളാണ്. മൈസൂർ പാവും അതുപോലെയൊക്കെയുള്ള സാധനങ്ങളും വളരെ വ്യക്തമായിട്ട് അവർ കഴിക്കുന്നു. അവർക്ക് ഒരു ഷുഗറും ഇല്ല. കാരണം അവരുടെ ജീവിതശൈലിയിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ചോറ് അവരുപയോഗിക്കുന്നില്ല. അതാണ് അവിടുത്തെ ഒരു കാര്യം. അവരൊക്കെ മധുരം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൊതി വരും. നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരും തന്നെ മധുരം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വേണ്ടാത്തതുകൊണ്ടല്ല, അസുഖമുള്ളത് കൊണ്ട് കഴിക്കാൻ വേണ്ടി കഴിയുന്നു. അതെ, അവിടെ വളരെ നല്ല ജൈജാൻറ്റിക് ഫെലോസാണ്. നല്ല രീതിയിൽ അവരെ കണ്ടാൽ തന്നെ, കണ്ട പേഴ്സണാലിറ്റി തന്നെ അതിനനുസരിച്ചാണ് സിംഗുമാരൊക്കെ.
അപ്പം അതാണ് നമ്മുടെ ഒരു കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്മിത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പം ചിപ്സ് കഴിക്കാതിരിക്കാനും പൊറോട്ട കഴിക്കാതിരിക്കാനും ഒന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒരു കുഞ്ഞുങ്ങളും അതിനുവേണ്ടി തയ്യാറാവത്തില്ല. അതുകൊണ്ട് സ്മിത്ത് തയ്യാറായി ഇരുന്നോടുക. സ്മിത്തിന് ഒരുപാട് രോഗികൾ വരും, അത് ചികിത്സിക്കുക, അവർക്ക് അത്യാവശ്യം ഇതുപോലെ ഉപദേശം കൊടുക്കുക. ഒരു സംശയവും വേണ്ട, അവരതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. വീണ്ടും നമ്മളൊക്കെ തന്നെ ആശുപത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങാണ് ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടായിരുന്ന സാധനമാണോ വൃദ്ധസദനം? നമുക്കൊന്നും അതിന് സമയമില്ല. നമ്മൾക്ക് അച്ഛനും അമ്മയൊക്കെ നോക്കാനൊന്നും ഒരു സമയമില്ല. കാരണം അവർക്ക് അതിൻ്റെതായ ജോലികളുണ്ട്, ജോലി തിരക്കുകളാണ്. ഇതിനിടയിൽ ഈ പറയുന്ന ആയുർവേദ ശാസ്ത്രം പറയുന്ന ദിനചര്യകളോ കൃതചര്യകളോ ഒക്കെ തന്നെ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനേ നടക്കത്തില്ല. ഇന്റർനാഷണൽ യോഗ ഡേ കുറിച്ചൊക്കെ ഡോക്ടർ സലീം പറഞ്ഞു. 2014 ആദ്യമായിട്ട് ഈ ആശയം വന്ന് ലോകം അംഗീകരിക്കുന്നത്. 15 മുതൽ റെഗുലറായിട്ട് ഇങ്ങനെ എല്ലാ വർഷവും പല പ്രോഗ്രാമുകളിലും പോകാനും പങ്കെടുക്കാനും ഉള്ളൊരവസരം എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം തന്നെയാണ്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ ഞാൻ ഏത് വേദി കിട്ടിയാലും പറയുന്ന 3 കാര്യങ്ങളുണ്ട്. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല മനോവ്യാപാരങ്ങൾ. ഈ 3ൻ്റെയും കൂടെ ഒരു ഇക്വിലിബ്രിയമാണ് ശരിക്ക് ആരോഗ്യം എന്ന് പറയും. ബേസിക് അതാണ്, അടിസ്ഥാനം അതാണ്. അപ്പം അതിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ യോഗയും ആയുർവേദത്തിലെ ദിനചര്യാക്രമങ്ങൾ. ദിനചര്യാക്രമം എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം വരും. ഭക്ഷണം വരും, നമ്മുടെ വ്യവഹാരങ്ങൾ വരും, ചിന്തകൾ വരും, എല്ലാം വരും. ഇത്രയും മനോഹരമായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന മറ്റൊരു ആരോഗ്യശാസ്ത്രം ഉണ്ടോ? ഇല്ല. ഏത് സിസ്റ്റം എടുത്തു നോക്കിയാലും ഞങ്ങളൊക്കെ ആയുർവേദത്തിൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്ങനെ ജീവിക്കണമെന്നാണ്, എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നാണ്, ഋതുചര്യ എങ്ങനെ വേണമെന്നാണ്. മോഹൻ ഡോക്ടർ പറഞ്ഞ കണക്ക് നമ്മുടെ ആയുർവേദ ഡോക്ടർമാർക്കെല്ലാം ജൂനിയർ ഡോക്ടർമാർക്കെല്ലാം എപ്പോഴും ഒരു റോൾ മോഡൽ പോലെയാണ് ഡോക്ടറുടെ പ്രവർത്തനങ്ങൾ. ഡോക്ടറുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘടന കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പുകൂടി നൽകിക്കൊണ്ട് യോഗയെക്കുറിച്ചൊന്നും ഇനി വിശദമായിട്ടൊന്നും പറയാനില്ല, മാക്സിമം ആയി കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഇന്റർനാഷണൽ യോഗ ഡേ ഒക്കെ വന്നതോടുകൂടി വിദേശ രാജ്യങ്ങളാണ് ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും എല്ലാം അവരൊരു യോഗ സെക്ഷൻ തന്നെ ഉണ്ട്. കാരണം നമ്മുടെ എബിലിറ്റി, നമ്മുടെ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു പദ്ധതി എന്നുള്ള രീതിക്ക് തന്നെ അവരത് തിരിച്ചറിഞ്ഞ് നമ്മളെക്കാൾ കൂടുതൽ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ലോക സമൂഹം തന്നെ യോഗയുടെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടമാണ്. നമ്മളും ഉണർന്ന് മാക്സിമം അതിൻ്റെ ഗുണഫലങ്ങൾ സംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എല്ലാവർക്കും. താങ്ക് യു. ഇന്റർനാഷണൽ യോഗ ദിനത്തിൻ്റെ ഭാഗമായി ഈ സ്ഥാപനത്തിൽ ഇന്ന് യോഗം സംഘടിപ്പിച്ചതാണ്. 21-ാം തീയതിയാണ് ദിനം എങ്കിൽ പോലും കാലിയകുട്ടി തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സൗകര്യങ്ങൾ നോക്കി കാലിയകുട്ടി തന്നെ ഇവിടെ ഈ യോഗ സംഘടിപ്പിച്ച യോഗ ദിനം ആചരിക്കുകയാണ്. ദിനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയെല്ലാം വിശദമായിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള അറിവ് എനിക്കില്ല. എൻ്റെ ജോലി കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ യോഗത്തെ സംബന്ധിച്ച എല്ലാവർക്കും ഉദ്ഘാടക, അധ്യക്ഷ, ഉദ്ഘാടകൻ തുടങ്ങി സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഹസ്ത ഉത്താനാസന, പാദഹസ്താസന, അശ്വസഞ്ചലനാസന, ചതുരംഗ ദണ്ഡാസന, അഷ്ടാംഗ നമസ്കാര, ഭുജംഗാസന, പർവ്വതാസന, അശ്വസഞ്ചലനാസന, ഹസ്ത ഉത്താനാസന, പ്രണമാസന, സ്ഥിതി.